3-4 കാര്യങ്ങൾ വളരെ വളരെ മാറ്റം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കും. ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ഇതിൽ, അതായത് ഒന്നും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഫലം കിട്ടാത്തവർ മുന്നിലേക്ക് കഴിക്കേണ്ട നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പുറമെ നമ്മളിപ്പോൾ ഒരു തകരാറ് പറ്റി അത് നമ്മൾ വെറുതെ ഇങ്ങനെ എന്താ പറയുക ടച്ചപ്പ് കൊടുത്ത് ഒട്ടിച്ച് വെച്ചിട്ട് കാര്യമില്ല. കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണെന്ന് ഞാൻ പറയുന്നത്, പക്ഷേ ഈ ഒരു കുഞ്ഞു 3-4 കാര്യങ്ങൾ വളരെ വളരെ മാറ്റം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കും. നിങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ക്യാമറയിൽ ഫോട്ടോ എടുത്ത് വയ്ക്കുക. ചെയ്തതിന് ശേഷം നമുക്ക് സ്കിന്നിൻ്റെ ഇത് കാണുന്ന ആ ഫോട്ടോകൾ ഉപരി നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങൾ നോക്കുക. അത് അപ്പോൾ അങ്ങനെ ആ ശരീരത്തിൽ വരുമ്പോൾ തന്നെ സ്കിന്നിൽ നമ്മുടെ മുഖത്ത് നമുക്കത് കാണിക്കും. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ നമുക്ക് വയറിൽ എന്തെങ്കിലും ദഹനക്കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു തലവേദന ഫീൽ ചെയ്യും. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഇവിടേക്കാണ് അതിൻ്റെ ഒരു മെസ്സേജ് വരിക. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പോഷകങ്ങൾ വൈറ്റമിൻസ് കിട്ടാത്തതുണ്ടെങ്കിൽ അതിൻ്റെ ഇത് സ്കിന്നിൽ കാണിക്കും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. അത് നിങ്ങൾ അത് ഒരു ഘടകമാണ്. ഇനിയും വരും ഇന്നത്തെ വീഡിയോകളിൽ പറയുന്നത്. അതിൽ എഴുന്നേൽക്കുക, അതേപോലെ തന്നെ പ്രയർ, ദൈവത്തിൽ മനസ്സിലർപ്പിച്ചൊരു ധ്യാനം. അപ്പോൾ അവിടെ വേറൊരു ചിന്തകളും ടെൻഷനും സ്ട്രെസ്സും ഇല്ല. സൃഷ്ടാവായ ദൈവത്തിന് കൊടുക്കുക, തേക്ക് ഇറങ്ങുക. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടും നമ്മുടെ ഇതിൽ. അപ്പോൾ നമ്മുടെ രക്തമൊക്കെ ശുദ്ധിയാവാനുള്ളൊരു കഴിവുണ്ട് ആ ഒരു വായു ശ്വസിക്കുമ്പോൾ. അപ്പോൾ ആ രക്തശുദ്ധിയായാൽ തന്നെ ഈ ആയുർവേദത്തിൽ നമ്മൾ സ്കിന്നിന് പ്രോബ്ലം ചെന്നാൽ പറയും ബ്ലഡിൻ്റെ രക്തശുദ്ധി കുറവുണ്ടെന്ന് പറയും. അപ്പോൾ ഇതാണ് കാര്യം. രക്തശുദ്ധിയായാൽ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയി ആകും, നിങ്ങൾക്ക് മനസ്സിലാവും. അത് ചെയ്യുക. പിന്നെ മുഖം ഇങ്ങനെ തണുത്ത വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് കഴുകുക. അതേപോലെ കണ്ണിലേക്ക് വെള്ളം അടിക്കുക. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നന്ദിയാർവട്ട പൂവിട്ട് വെച്ച വെള്ളത്തിൽ മുഖം കഴുകിയായിരുന്നു. കണ്ണിൽ തിളക്കം വർദ്ധിച്ച് ഞാനത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിട്ടുണ്ട്. അന്ന് ഒന്നിനും വെള്ളം അടിക്കാറുണ്ട് കണ്ണിൽ. നമ്മുടെ കണ്ണിൽ ഉറങ്ങുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഉള്ള പൊടി മാലിന്യങ്ങളൊക്കെ മാറി കണ്ണിൻ്റെ തിളക്കാണ് വലുതല്ലേ, കണ്ണ് കാണിക്കും നമ്മുടെ ഒരു ഇത് എനർജി. അപ്പോൾ അത് പിന്നെ മുഖം കണ്ണുകളും കഴുകുക. പിന്നെ ഇളം ചൂടുവെള്ളം കുടിക്കുക കേട്ടോ. രാവിലെ ഞാൻ കുടിക്കാറ്, അത് മാത്രം ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. കാരണം അത് മാത്രം ഉദ്ദേശിച്ചത് മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ഇത് ഞാൻ എപ്പോഴും എനിക്കത് ആ സമയത്ത് ഉണ്ടാവും. ഇപ്പോൾ കുടിക്കും. പക്ഷെ ചൂടുവെള്ളം ആയിരിക്കില്ല ചില സമയത്ത് കുടിക്കുന്നത്. നമ്മളവിടെ കൊണ്ടുവച്ച വെള്ളമായിരിക്കും, അതായത് ബോട്ടിലോ നമ്മൾ മഗ്ഗിലൊക്കെ കൊണ്ടുവച്ച വെള്ളമായിരിക്കും നമ്മൾ കുടിക്കുക. പക്ഷേ ഇളം ചൂടുവെള്ളമാണ് ബെസ്റ്റ് എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾ കീപ്പ് ചെയ്യുക. ഞാനും അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ ശ്രദ്ധിക്കാൻ പോവാണ് എൻ്റെ ഹെൽത്തിന്. കാരണം എനിക്ക് വേറെ ക്ഷീണം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് മാറിയാൽ തന്നെ നമ്മുടെ സ്കിന്ന് പെർഫെക്റ്റ് ആവും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ എനിക്ക് ക്ഷീണം മാറാനാണ് ഞാൻ കൂടുതൽ ഞാൻ നോക്കുന്നത്. പക്ഷെ അത് നോക്കുമ്പോൾ നമ്മുടെ മുഖം അടിപൊളിയാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതൊക്കെ ചെയ്യുക. അത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഇതന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ, ചൂടുള്ളതാണോ, അതേപോലെ തന്നെ സ്കിന്നിന് മറ്റേ മുഖക്കുരു ഓയിലി ആണോ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്ത് പോയി മറ്റേ ചോന്ന് തടിക്കുന്നതാണോ, ഡ്രൈ സ്കിന്നാണോ, ഇതൊക്കെ ഉള്ളവർ അതിനനുസരിച്ചുള്ള പാക്കുകൾ. മനസ്സിലായി? ചൂടിനൊപ്പം തന്നെ ചൂട് കൊടുക്കാൻ പാടില്ല, തണുപ്പിനൊപ്പം തന്നെ തണുപ്പ് കൊടുക്കാൻ പാടില്ല, എണ്ണമയുള്ളവർക്ക് എണ്ണമയം തന്നെ വീണ്ടും കൊടുക്കാൻ പാടില്ല. അത് ഇരട്ടി ദോഷമല്ല ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ വേണ്ടത് നമ്മൾ തീരുമാനിച്ച് നോക്കി കണ്ടൻറ്റൊക്കെ നോക്കി നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പാക്കൊക്കെ ആയിട്ട് ഇടാലാണ്ട് അവർ ചെയ്തത് നല്ല ഫലം കിട്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അവരുടെ സ്കിന്നായിരിക്കില്ല നമുക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഫലം കിട്ടാത്തത്. അപ്പോൾ നമ്മൾ മാറ്റി പിടിക്കണം. നമ്മുടെ സ്കിൻ എന്താണെന്ന് അറിയണം. ഇനി അത് ഞാൻ പറഞ്ഞ പോലെ പുറമെ തന്നെ അപ്ലൈ ചെയ്താൽ പോരാ, നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കണം പഴവർഗ്ഗങ്ങൾ കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾ ചെല്ലണം. എന്നാൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എന്ത് തേച്ചിട്ടും ഫലമില്ല എന്ന് പറയുന്നവരെ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ വേറെ ഒരു വീഡിയോയുടെ കമൻറ്റ്, അതായത് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യലോ, തക്കാളി, അതേപോലെ കടലമാവ്, അങ്ങനെ കുറേ ഇതുകളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ചെയ്യണ ആ ഒരു വീഡിയോ ആണ് അതിൽ പറയുക. കുറേ പേരുണ്ട് പറയുക. ആ പറയുന്ന സമയത്ത് അതിൽ കമൻറ്റ് വായിച്ചിട്ട് കുറേ ചിരിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള പലചരക്ക് സാധനങ്ങൾ തീർന്നു എന്നല്ലാതെ വേറൊരു മാറ്റവും ഉണ്ടായില്ല. അത് കേട്ടിട്ട് ഞാൻ ഒത്തിരി ചിരിച്ചു. എനിക്ക് ഇഷ്ടമൊക്കെ കേൾക്കും, ഞാൻ ഇതൊക്കെ കേൾക്കും. അപ്പം ഞാൻ ചിരിച്ചു പോയി. അപ്പം അതിൻ്റെ കാര്യം സഹോദരി, അതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ അവർ വീഡിയോയിൽ പറയണത് എല്ലാ സ്കിൻ ടൈപ്പിനെ പറ്റുന്നതായിരിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ഉള്ളിലേക്ക് കുറേ കാര്യങ്ങൾ ചെല്ലേണ്ടതായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതൊക്കെ ശ്രദ്ധിക്കുക, കീപ്പ് ചെയ്യുക. നമുക്ക് വീണ്ടും ഇനി നല്ല നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.